നബി വഫാത്തായി എന്നറിയുന്നതോടുകൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ സിറിയയിൽ പോയി താമസിച്ചു ബിലാൽ. മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് സയ്യിദുന ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട്, ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത്. അപ്പോഴാണ് സഹാബാക്കൾ ഒന്ന് ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ രണ്ട് കുഞ്ഞുമക്കൾ അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കിടാങ്ങളായി സയ്യിദുന ഹസനും ഹുസൈനും ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ ബാങ്കുലി ഒരിക്കൽ കൂടി മദീനയിൽ മുഴങ്ങി. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്നേ മഹാനായ ബിലാലിന് പറഞ്ഞു തീർക്കാനായുള്ളൂ. അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ ഇഷ്കിന്റെ മുമ്പിൽ മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു, എന്തിനാ കരയുന്നത്? നാളെ ഞാൻ എന്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സയ്യിദുന ബിലാൽ. ആരും അറിയാതെയാണ് അയാൾ അങ്ങോട്ട് കയറി ചെന്നത്. ഒട്ടകങ്ങൾക്കൊപ്പം ജീവിച്ച് അവയുടെ കൂട്ടിൽ കിടന്നുറങ്ങി ദുർഗന്ധം വമിക്കുന്ന ഈ കാപ്പിരിയെ തിരുനബി സ്വീകരിക്കുമോ എന്ന ആധിയുണ്ടായിരുന്നു. എന്നാൽ ധാരണ തകിടം മറിഞ്ഞു. ദൂതർ എഴുന്നേറ്റു വന്ന് കൈപിടിച്ചു. ഉമ്മയ്യയുടെ ചാട്ടവാറേറ്റ് കരിവാളിച്ച മുഖം ആ കൈകൾ കൊണ്ട് തടവി. അതെ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവാചക തിരുമേനിയുടെ കൈകൾ കൊണ്ട് ഒരു നീചനെ പോലെ മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാത്ത ആ മനുഷ്യന്റെ മുന്നിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ടാണ് കൈപിടിച്ചത്. ഉമ്മയ്യയുടെ ചാട്ടവാറേറ്റ് കരിവാളിച്ച മുഖം ആ കൈകൾ കൊണ്ട് തടവി. ജീവിതത്തിൽ ആദ്യമായാണ് ആ മുഖം ഒരാൾ തടവുന്നത് തന്നെ. ചുടുമണലിൽ കിടന്ന് പച്ച മാംസം വെന്തുരുകിയപ്പോൾ നനഞ്ഞിട്ടില്ലാത്ത ആ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകി. സ്വന്തം നെഞ്ചിലേക്ക് ആ കറുത്തവനെ ചേർത്തു വെച്ച് തിരുകരങ്ങൾ കൊണ്ട് പുറത്ത് മെല്ലെ തട്ടി ദൂതരടക്കം പറഞ്ഞു. പരിശുദ്ധ റസൂല് പറയാണ്, കരയരുത്, കരയരുത്, അല്ലാഹു അല്ലാതെ ആരാധ്യനേയില്ല, അങ്ങ് അവന്റെ ദൂതൻ തന്നെ, ഞാൻ സാക്ഷി. ബിലാൽ മനസ്സറിഞ്ഞ് മൊഴി പറയുകയാണ്. അബ്സീനിയയിൽ നിന്ന് ഉമ്മയ്യത്ത് ബിനു ഖലഫിന് കിട്ടിയ അടിമപ്പെണ്ണിന് റബാഹിൽ പിറന്ന മകനാണ് ബിലാൽ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് റസൂലിന്റെ ബാങ്കുവിളിക്കാരനായി തീർന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഖുറൈശി മുഖ്യൻ ഉമയ്യയുടെ ഒട്ടകങ്ങൾക്കൊപ്പം മരുഭൂമിയിൽ ജീവിതം. കൂലി വിശപ്പടക്കാൻ തികയാത്തത്ര ഈന്തപ്പഴം മാത്രം. അടിമജീവിതവും മരുഭൂവാസവും തീർത്ത ഒറ്റപ്പെടലിൽ മോചനത്തിന്റെ വെളിച്ചം തേടവെയാണ് തിരുനബിയെക്കുറിച്ച് ബിലാൽ കേൾക്കുന്നത്. അതും ഉമയ്യയുടെ നാവിൽ നിന്ന്. പിന്നെ കാത്തിരുന്നില്ല. ഹബ്ബാബിന്റെയും അമ്മാറിന്റെയും പിറകെ ബിലാലുമെത്തി തിരുനബിയൊക്കെ കാണാൻ. ഉമയ്യക്ക് അത് അപമാനമായി. കൂട്ടുകാരെ പ്രീതിപ്പെടുത്താൻ ബിലാലിനെ അയാൾ പരീക്ഷണ വസ്തുവാക്കി. വെയിലേറ്റു പഴുത്ത മരുഭൂമിയിലൂടെ തന്റെ ഇടയനെ മലർത്തി കിടത്തി അയാൾ ആക്രോശിച്ചു, തന്റെ ദൈവങ്ങളെ പുകഴ്ത്തണമെന്ന്. പക്ഷേ ബിലാൽ വാഴ്ത്തിയത് ഏകദൈവത്തെ. അഹദ് അഹദ്. മുഖത്തടിയേറ്റ പോലെയായി ഉമ്മയ്യക്ക്. കഴുത്തിൽ കയറിട്ട് കുട്ടികൾക്ക് കളിവസ്തുവാക്കി അയാൾ ബിലാലിനെ നൽകി. മർദ്ദനമുറകൾ മാറിയപ്പോഴും ബിലാലിന്റെ മന്ത്രം മാറിയില്ല. ലാത്തയെ പുകഴ്ത്തിയാൽ വെറുതെ വിടാമെന്നായി ഉമയ്യ. ബിലാൽ വിസമ്മതിച്ചു. പിന്നെ ഉമയ്യ മൃഗമാവുകയായിരുന്നു. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലക്കു വാങ്ങി ബിലാലിനെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഹിജ്റ പോയ ബിലാൽ മക്കയിൽ നബിയുടെ പള്ളിയിൽ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇണയെയും കണ്ടെത്തി നൽകി. 2-ാം വർഷം ബദ്ർ യുദ്ധം നടന്നു. അതിൽ ശത്രുപക്ഷത്ത് ഉമയ്യത്ത് ബിനു ഖലഫ് ഉണ്ടായിരുന്നു. യുദ്ധാന്ത്യത്തിൽ മരണഭീതിയോടെ അഭയം തേടിയെത്തിയ ഉമയ്യയെയും മകനെയും ബിലാലും കൂട്ടരും തന്നെ വകവരുത്തി. ദൈവവിധി എന്നോണമായി ആ സംഭവം. പിന്നീടുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും നബിയുടെ നിഴലായി ബിലാലും ഉണ്ടായിരുന്നു. ആ ഇടക്കാണ് നമസ്കാര സമയം വിശ്വാസികളെ അറിയിക്കാൻ ബാങ്ക് വിളി നിയമമാക്കപ്പെട്ടത്. അപ്പോൾ ചോദ്യമുയർന്നു, ആരാദ്യം ബാങ്ക് വിളിക്കും? തിരുനബിക്ക് പക്ഷേ സംശയമില്ലായിരുന്നു. എവിടെ പ്രിയ ബിലാൽ? അദ്ദേഹം ബാങ്ക് വിളിക്കട്ടെ. മദീന പള്ളിയിൽ നിന്ന് ആദ്യമായി ബിലാലിന്റെ നാദവിസ്മയമുയർന്നു. അല്ലാഹു അക്ബർ. മക്ക വിജയദിനം. കൽപ്രതിമകളിലകിലം തകർത്തെറിഞ്ഞ്
പുണ്യ കഅബയെ കഴുകി തുടച്ചെടുത്ത തിരുനബി ചോദിച്ചു, എവിടെ എന്റെ ബിലാൽ? വിശ്വാസികളുടെ സാഗരത്തിൽ അലയുയർത്തി. എത്യോപ്യൻ അടിമപ്പെണ്ണിന് പിറന്ന റബാഹിന്റെ പുത്രൻ വന്നു. ബിലാൽ മുഴങ്ങട്ടെ ബാങ്കുലി, പുളകമണിയട്ടെ വിശുദ്ധ കഅബ. ദിവ്യഗേഹത്തിന്റെ മുകളിൽ കയറി മക്ക മണലാരുണ്യത്തെ പുളകം കൊള്ളിച്ച് ബിലാൽ ദിവ്യ മഹത്വം വാഴ്ത്തി. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യയാത്രയായി. ദൂതരില്ലാത്ത മദീന ബിലാലിന് സഹിക്കാനായില്ല. ഖലീഫയുടെ അനുമതിയോടെ അദ്ദേഹം സിറിയയിലേക്ക് പോയി. 6 വർഷങ്ങൾക്ക് ശേഷം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കാണാൻ ഫലസ്തീനിലെത്തി. ഖലീഫയെ കാണാൻ ബിലാലും എത്തിയിരുന്നു. ഖലീഫ വിശുദ്ധ ഗേഹത്തിൽ പ്രവേശിച്ചു. അപ്പോഴേക്കും നമസ്കാര സമയമായി. ഉമറിന്റെ കണ്ണുകൾ ബിലാലിനെ പരതി. ബിലാൽ, ബാങ്ക് വിളിക്കുക, അമീറുൽ മുഅ്മിനീൻ, കഴിയില്ല എനിക്ക്. മടിച്ചു നിന്ന ബിലാലിനോട് ഖലീഫ ഒന്നുകൂടി പറഞ്ഞു, തിരുനബിയുടെ കാലത്തേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകൂ ബിലാൽ. ഖലീഫയുടെ ആഗ്രഹം വീണ്ടും നിരസിക്കാനായില്ല അദ്ദേഹത്തിന്. മദീനയുടെയും മക്കയുടെയും വാനങ്ങളിൽ അലകളാൽ ഉയർന്ന ആ എത്യോപ്യൻ ശബ്ദവീചികൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മിനാരങ്ങളിൽ നിന്നുകൂടി ഒഴുകിയിറങ്ങി. അല്ലാഹു അക്ബർ. ബാങ്കുലി നിലക്കുമ്പോൾ തിരുനബിയെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഖലീഫയുൾപ്പെടെ എല്ലാവരുടെയും താടിരോമങ്ങൾ കണ്ണീരിൽ കുതിർന്നിരുന്നു. ബിലാലിന്റെയും. ഹിജ്റ 20 ഡമസ്കസിൽ വച്ചായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം. അവരോടൊത്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.